ശുദ്ധ അമ്മയ്ക്കും തിരുവാനം 1000 നന്ദി. എൻ്റെ പേര് അമല. ഞാൻ പെരുമ്പാവൂർ തോട്ടുവ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2019 മാർച്ച് 31-നാണ്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. ഈ തവണ ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം ഞാൻ 2022 മുതൽ തുടർച്ചയായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്ത് ചെയ്ത് വിസ കിട്ടുന്നില്ല. ആദ്യം ഞാൻ വർക്ക് വിസയ്ക്ക് വെച്ചു, അത് ക്യാൻസലായി. പിന്നെ സ്പൗസ് വിസയ്ക്ക് വെച്ച് നോക്കി, അത് ക്യാൻസലായി. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിസയുടെ അപ്ലൈ ചെയ്യലൊന്ന് നിർത്തി വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ അച്ഛൻ്റെ യൂട്യൂബിൽ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അച്ഛനിങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടു. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ചു, ഞാൻ വെച്ചില്ലല്ലോ, വീണ്ടും ഒന്നുകൂടെ അപ്ലൈ ചെയ്യാനെന്ന് എനിക്ക് നല്ല ആഗ്രഹം വന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഓടിച്ചെന്ന് ബൈബിൾ എടുത്തു നോക്കി മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് മാൾട്ടയിലേക്ക് പോകാനായിരുന്നു ആഗ്രഹം. അപ്പോൾ മാൾട്ടയിലേക്ക് എനിക്ക് പോകാൻ യോഗം ഉണ്ടെങ്കിൽ അതെനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പൗലോസ്ലീഹ റോമായിലേക്ക് പോകുന്ന ലേഖനങ്ങളിലായിരുന്നു. അപ്പോൾ അതിൽ മാൾട്ടയിലേക്ക് എന്ന ദ്വീപിലേക്ക് കയറുന്ന ഒരു അധ്യായമായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി വിശ്വാസമായി കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ ഹസ്ബൻഡ് വിളിച്ച് എന്നോട് അന്ന് ഒരു ഏജൻസിയുടെ നമ്പർ തന്ന് എന്നോട് വിളിച്ച് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ മാർച്ച് 19 അവിടെ ചെന്ന് അന്വേഷിച്ച് VFSൽ ചെന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് മാർച്ച് 19 എനിക്ക് പിന്നെ അവർ പ്രോസസ്സിങ് ആരംഭിച്ച് കഴിഞ്ഞ് ഞാൻ അന്ന് രാത്രി കിടന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഞാൻ 2-4 എന്ന് പറയുന്ന നമ്പറുകൾ ഇങ്ങനെ വീണ്ടും കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇതെന്തായിരിക്കും സംഭവം എന്ന്. ഞാൻ വിചാരിച്ചു മാതാവിനെ കാണിച്ചതായിരിക്കും. എല്ലാവരും ഇങ്ങനെ നമ്പർ കണ്ടു എന്ന് പറഞ്ഞ് ഇവിടെ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ച് ഞാനിങ്ങനെ ആ നമ്പർ എന്നെ മനസ്സിൽ കുറിച്ചിട്ടു. എന്നിട്ട് പിന്നെ ഏപ്രിൽ മാസമായി കഴിഞ്ഞപ്പോൾ ഏപ്രിൽ 2 എനിക്കൊരു മെസ്സേജ് വന്നു. നിങ്ങളുടെ കൊറിയർ VFSൽ നിന്ന് കൊറിയർ അയച്ചിട്ടുണ്ട്, ചെന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞ് 4 അവരെന്നെ വിളിച്ചു. അപ്പോൾ ഈ 2 ഡേറ്റും തമ്മിൽ എനിക്ക് കണക്റ്റായെന്ന് എനിക്ക് മനസ്സിലായി. 2 എൻ്റെ കൊറിയർ അവർ അയച്ചു, 4 കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ച് വന്നിട്ടുണ്ട്, പാസ്പോർട്ട് വന്നിട്ടുണ്ട്, വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകോളാൻ പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് നോക്കി. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തണ വരെ ഞാൻ വിശ്വാസ പ്രമാണവും മാതാവിൻ്റെ പ്രാർത്ഥനയും അതുപോലെ തന്നെ കൊന്തയും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നിർത്താതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഞാൻ മാതാവിനോട് അവിടെ എത്തണേക്കാളും മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചത് ഇത് എല്ലാവരോടും പറയാം, മാതാവ് എനിക്ക് തന്നേന്ന് പറയണമെങ്കിൽ എനിക്ക് അതിൻ്റേതായ ഒരു അടയാളം തന്നെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. അവിടെ ചെന്ന് ഞാൻ വിസ കിട്ടിയോന്ന് ആദ്യം നോക്കി. വിസ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡ് അപ്പോഴത്തേക്കും വിളിച്ചു. ഞങ്ങൾ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ വിസ കിട്ടിക്കഴിഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ച് മാതാവിനോട് അടയാളം ചോദിച്ചിട്ടൊന്നും തന്നില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞ് ഞാൻ ആ വിസയുടെ അവർ സ്റ്റാമ്പ് ചെയ്തതിൻ്റെ പേജ് നോക്കിക്കഴിഞ്ഞപ്പോൾ 7 കണ്ടപ്പോൾ എനിക്ക് നല്ല വിശ്വാസമായി. കാരണം മാതാവ് 7-ാം തീയതിയാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ എനിക്ക് വിസ കിട്ടി. ഞാൻ ഈ മെയ് മാസം 17-ാം തീയതി പോവുകയാണ് മാൾട്ടയിലേക്ക്. എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് ആദ്യത്തെ ജോലിയിൽ ഭയങ്കര കഷ്ടപ്പാട് മാത്രമല്ല അധികം സാലറി ഒന്നും അവർ കൊടുക്കില്ലായിരുന്നു ആദ്യത്തെ കമ്പനിയിൽ. അങ്ങനെ അത് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ ജോലി പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയി എന്ന് പറയുമ്പോൾ അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ടെൻഷനായിരുന്നു എനിക്ക്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. ഞാൻ സാലറി കുറച്ച് കൂട്ടി കൊടുക്കണമെന്നെ പ്രാർത്ഥിച്ചത്, ജോലി പോകാൻ ഞാൻ പ്രാർത്ഥിച്ചില്ലല്ലോ, എന്തെങ്ങനെയെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞ് ഒരാഴ്ചത്തെ ഗ്യാപ്പ്, ഹസ്ബൻഡ് പാർട്ട് ടൈമായിട്ടൊരു ജോബ് ഹസ്ബൻഡിന് കിട്ടി, ഇലക്ട്രീഷ്യനായിട്ടായിരുന്നു. അവിടുത്തെ അവർക്കൊരു ബോസ് ഉണ്ടായിരുന്നു. ബോസിന് ഒരു മെയിനായിട്ടൊരു ഓഫീസിൽ സ്റ്റാഫിനെ എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ ഹസ്ബൻഡിനെ പരിചയപ്പെട്ടു, ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് ചെല്ലാൻ പറഞ്ഞ് വിളിച്ച് ആദ്യത്തെ കമ്പനീനേക്കാളും കിട്ടിയാലും ഇരട്ടി സാലറിയോടുകൂടി ഹസ്ബൻഡിന് അവിടെ ജോലി കൊടുത്തു. അപ്പോൾ എനിക്ക് മാതാവിന് പൂർണ്ണമായിട്ട് എനിക്കും ഹസ്ബൻഡിനും എല്ലാവർക്കും ഒന്നുകൂടി വിശ്വാസമായി. കാരണം ആ ജോലിയിൽ നിന്നിരുന്നെങ്കിൽ മാതാവിന് അത്ര സാലറി എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കില്ലായിരുന്നു. അതിന് ഇരട്ടി സാലറിയിലാണ് അപ്പോൾ ഹസ്ബൻഡിന് ജോലി കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം, ഞങ്ങൾ വീട് പണിതിട്ട് 10 കൊല്ലമായി. 2 മുറിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു മുറിയും കൂടി എടുക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഞാൻ ഈ ജനുവരിയിൽ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നിങ്ങനെ ഉടമ്പടിയിൽ വെച്ചു, എത്രയും പെട്ടെന്നൊരു മുറി പണിയാൻ കഴിയണേന്ന്.
ആ ജനുവരിയിൽ ഞാൻ 13-ാം തീയതി ഉടമ്പടി പുതുക്കിയിട്ട് വീട്ടിൽ ചെന്ന് ഒരാഴ്ച ടൈമിനുള്ളിൽ പിടിയെന്നായിരുന്നു. കാശ് കിട്ടി, റൂം പണി തുടങ്ങി, നല്ല രീതിയിൽ ഇപ്പം പണി കഴിഞ്ഞ് പൂർത്തിയാക്കി കിട്ടിയിരിക്കുന്നു. കുറച്ച് പണിയും കൂടിയേ ഉള്ളൂ. അതുപോലെ തന്നെ എൻ്റെ അമ്മാമ്മയ്ക്ക് 78 വയസ്സുണ്ട്. അപ്പം ഞാൻ ആദ്യത്തെ തവണ സാക്ഷ്യം പറഞ്ഞതാണ് അമ്മാമ്മയ്ക്ക് ഇവിടെ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കണ്ടുപിടിച്ചതിനൊക്കെ. അതുപോലെ തന്നെ ഈ തവണ ഞാൻ അമ്മാമ്മനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്കോ എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു. എക്കോ എടുത്ത് നോക്കണക്കായി മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും പ്രായമുള്ളവരുടെ അസുഖം പോലും മാറിയെന്ന് പറഞ്ഞാൽ എല്ലാവരും സാക്ഷ്യം പറയണം കേട്ടപ്പോൾ എനിക്കൊരാഗ്രഹം അമ്മാമ്മയ്ക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കണം. കാരണം അമ്മാമ്മയ്ക്ക് ലിവർ സിറോസിസും ഉണ്ട്, ഹാർട്ടിന് കംപ്ലൈൻറ്റും ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും മരുന്ന് കഴിക്കുമ്പോൾ അമ്മയ്ക്ക് തീരെ പറ്റില്ലാണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എക്കോ കൊടുക്കണ പോണേക്കയും മുമ്പ് എൻ്റെ കാശ് രൂപ അമ്മയുടെ കൊടുത്തിട്ട് അമ്മയുടെ ഹാർട്ടിൻ്റെ ഭാഗത്തായിട്ട് ഞാൻ തൈലം ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കയറ്റിയത്. അമ്മാമ്മയ്ക്ക് എക്കോ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ പുറത്തിരുന്ന് മൊത്തം മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് അത്ഭുതമായിട്ട് ശരിക്കും ഡോക്ടർ വരും പറഞ്ഞു ഇതെങ്ങനെ മാറിയെന്ന്. കാരണം അമ്മാമ്മയുടെ ഹാർട്ടിൽ അന്ന് വരെ പ്രഷർ തങ്ങി നിന്ന് അമ്മാമ്മയ്ക്ക് ഉപ്പോ പുളിയോ ഒന്നും കഴിക്കാൻ പാടാണ്ട് പ്രഷറായതുകൊണ്ട് പ്രഷറിൻ്റെ ഗുളിക ഒരിക്കലും മുടങ്ങരുതെന്ന് പറഞ്ഞ അമ്മാമ്മയ്ക്ക് അന്ന് ഞങ്ങൾ എക്കോ എടുത്ത് നോക്കിയപ്പോൾ ഹാർട്ടിന് അന്ന് വരെയുള്ള പ്രശ്നങ്ങളിലൊന്നും അവിടെ കാണാനില്ല. 2022 ജനുവരിയിൽ അമ്മാമ്മയ്ക്ക് ആദ്യത്തെ എക്കോ എടുത്തപ്പോൾ കണ്ടാത്ത പ്രശ്നം ഒന്നും അവിടെ ഇല്ല. ആ പ്രശ്നം മൊത്തത്തിൽ മാറി, ഗുളികകളെല്ലാം സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ അനിയത്തിക്ക് അവൾക്ക് വീടിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തുടങ്ങും മുഖത്തിൽ റെഡ്നെസ്. മുഖമൊക്കെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമായി. കാരണം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മുഖത്ത് മൊത്തം ചുവന്ന് തടിച്ച് ഭയങ്കര മെനകേടായിട്ടാണ് ആൾ വീട്ടിലേക്ക് കയറി തന്നെ. പിന്നെ എന്നിട്ട് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കായിരുന്നു. ആൾക്ക് മുടി കൊഴിച്ചിലും തുടങ്ങിയായിരുന്നു. ഉടമ്പടി തൈലം പറ്റി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കായിരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവളുടെ റെഡ്നെസ് മാറി, മുടി കൊഴിച്ചിലെല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ, എൻ്റെ കുഞ്ഞുമ്മയുടെ മകനാണ്. അവൻ ഒട്ടും പഠിക്കില്ലായിരുന്നു, SSLC ആയിരുന്നു ആൾ. അപ്പോൾ പഠിക്കില്ലാണ്ടായി കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം അവൻ 10ൽ അന്ന് എന്താ പറയുക ഡിസംബറിലെ എക്സാമിന് പോലും അവനെ ഒട്ടും മാർക്കില്ലാതെ അവൻ തോക്കുള്ളൂ എന്ന് ഞങ്ങളെല്ലാവരും വിളിച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞുമ്മ എന്നെ വിളിച്ച് കരഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്. ഇത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നതെന്ന് വെച്ചിരുന്നു. SSLC പരീക്ഷ എഴുതണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഒപ്പം അവന് വേണ്ടി കഴിഞ്ഞ കൊല്ലത്തെ SSLC പരീക്ഷയുടെ റിസൾട്ട് വന്ന സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ച് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ തോക്കൂന്ന് പറഞ്ഞാൽ ടീച്ചർമാർ വരും പറയായിരുന്നു അവൻ തോക്കുള്ളൂ നോക്കണ്ടെന്ന്. അങ്ങനെയുള്ള കൊച്ചിന് 5 A+ഉം ബാക്കിയെല്ലാം B+ഉം 2 B നൽകി മാതാവ് അനുഗ്രഹിച്ചു. കാരുണ്യ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഈ രോഗികളെ പോയി കാണുമായിരുന്നു. രോഗികളെ പോയി കാണുമല്ല, ഈ രോഗികൾക്ക് ചികിത്സ സഹായത്തിന് വന്നവർക്ക് എല്ലാം എന്നെ കഴിയുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യാറുന്നു. പാവങ്ങൾക്ക് ഞാൻ ഫുഡ് വാങ്ങിച്ചു, ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഡ്രസ്സോ എൻ്റെ കയ്യിലുള്ള കാശിനനുസരിച്ച് ഞാൻ എല്ലാം ചെയ്യുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാനെല്ലാം എനിക്കറിയാവുന്ന എല്ലാവർക്കും കൊടുക്കും. അതുപോലെ തന്നെ അറിയാത്തവർക്കും ഞാൻ കൊടുക്കുമായിരുന്നു. എൻ്റെ കയ്യിൽ കിട്ടുന്നതിനനുസരിച്ച് ഞാൻ പോണ വഴിക്ക് പത്രം കൊണ്ടുപോയി ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഈ കെട്ടായിട്ട് അവർ പത്രം അവിടെ കൊണ്ടുവച്ചിട്ടുള്ളത് കാണാറുണ്ട്. അങ്ങനെ കാണുന്ന പത്രമൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോയി എനിക്കറിയാവുന്ന വീടിൻ്റെ അടുത്തൊക്കെ ഞാൻ കൊടുത്ത് അത് തീർക്കുമായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ്റെ യൂട്യൂബിലെ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ ധ്യാനങ്ങളിലും എല്ലാം ഞാൻ ഷെയർ ചെയ്യും. ഞാൻ ആദ്യത്തെ തവണ ഉടമ്പടി എടുത്ത് എനിക്ക് നല്ല വിശ്വാസത്തോടുകൂടി അങ്ങോട്ട് വന്നത്. കൊറോണ ടൈമിലൊക്കെ വീട്ടിലിരുന്ന് ഇങ്ങോട്ട് വരാതായി കഴിഞ്ഞപ്പോൾ കുറച്ച് ഞാനത് ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ അത് പോരാന്ന് എനിക്ക് തോന്നി. കാരണം ആ വിസയുടെ കാര്യം വന്നപ്പോൾ ഞാൻ ആകെ ഡൗൺ ആയിരുന്നു. എന്നിട്ട് ഞാൻ മാതാവിനെ തന്നെ മുറുകെ പിടിച്ചു. എൻ്റെ എല്ലാ തെറ്റുകളും തിരുത്തി എന്നെ കഴിയുന്ന വിധം എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും എല്ലാം നല്ല രീതിയിൽ ചെയ്ത് ഉപവാസിച്ച് അങ്ങനെ നല്ല രീതിയിൽ ഞാൻ മാതാവിനോട് ഈശോയോട് ഒരുപാട് അടുത്തു. ഇപ്പോൾ ഫ്രീ കിട്ടുന്ന ടൈമിലൊക്കെ എന്നെ കഴിയുന്നത് ഇവിടെ വന്ന സമയം വരെ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ എവിടെ പോയാലും എന്തൊക്കെ ആവശ്യത്തിന് പോയാലും ഞാനിങ്ങനെ കൊന്ത കയ്യിലെടുത്ത് എപ്പോഴും മാതാവിൻ്റെ പ്രത്യക്ഷീകരണം പ്രാർത്ഥന അതുപോലെ കൊന്തയും നിർത്താതെ ചൊല്ലിക്കൊണ്ടിരിക്കും. മാതാവിനായിട്ട് ഒരുപാട് അടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദി. ഒരു കവനൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പുതിയൊരു ഒരു പഠനം, ഒരു ഉടമ്പടിയിലുള്ള പഠനങ്ങൾ നമ്മൾ ആരാധനയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ചെയ്യുന്നുണ്ട്. അതായത് ഉടമ്പടിയിൽ ഇരിക്കുന്നവർ
ഈശോയും മാതാവുമായിട്ട് എങ്ങനെയാണ് ഈ ആശയവിനിമയം നടത്തുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഒരു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തന്നെയാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അമ്മയുടെ സാന്നിധ്യത്തിൽ ഒരാൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ, അല്ല ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതിന് വ്യക്തമായിട്ട് ഒരു വിശുദ്ധ ഗ്രന്ഥവും സാഹചര്യങ്ങളും സ്വപ്നങ്ങളും ദർശനങ്ങളും വ്യക്തികളും അടയാളങ്ങളും നിറങ്ങളും സമയവുമെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് തീരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മകളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഇതുപോലെ വ്യക്തമായിട്ട് ദൈവപിതാവ് പരിശുദ്ധ അമ്മയിലൂടെ സംസാരിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. വേറെ പ്രത്യേകിച്ച് ബൈബിളിലൂടെ ഈ മാൾട്ട എന്ന് പറയുന്ന സ്ഥലം ബൈബിൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിലൊക്കെ റെഫർ ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ചുള്ള വചനം വായിക്കുന്നതും 2 വർഷമായിട്ടുണ്ടായിരുന്ന വിസ തടസ്സം, ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി ചെയ്യാനായിട്ട് തുടങ്ങിയപ്പം ദൈവം സഹായിച്ചു എന്നുള്ളതും, ഒപ്പം ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ വലിയ വലിയ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ